രാജ്യവിരുദ്ധ പ്രചാരണങ്ങളിൽ കൂടുതൽ അർബൻ മാവോയിസ്റ്റുകൾ നിരീക്ഷണത്തിൽ. നേരത്തെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കളാണ് നിരീക്ഷണത്തിലുള്ളത്. സായുധ മാവോയിസ്റ്റുകളെ സഹായിച്ചിരുന്ന അർബൻ മാവോയിസ്റ്റുകളുടെ വിവരങ്ങൾ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവർ ജനകീയ സമരങ്ങളിൽ നുഴഞ്ഞു കയറിയും സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. സായുധ മാവോയിസ്റ്റുകളെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നിരോധിത ഭീകരവാദ ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഭരണകൂടങ്ങൾക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനം ചെയ്യുന്ന മാവോയിസ്റ്റ് ഭീകരരെ ഒപ്പം ചേർത്ത് ഭീകരവാദം വളർത്താനാണ് IS ഉൾപ്പെടെയുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെല്ലുകൾ ശ്രമിച്ചു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അർബൻ മാവോയിസ്റ്റുകളുടെ നീക്കങ്ങളും നിരീക്ഷിക്കപ്പെടുകയാണ്. പശ്ചിമഘട്ട മേഖലയിൽ സായുധ സംഘടനകൾക്ക് ശ്രമിക്കുന്ന മാവോയിസ്റ്റുകളുമായി ബന്ധം പുലർത്തുന്നുണ്ടെന്ന സംശയത്തിൽ മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പള്ളിയുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ NIA റെയ്ഡ് നടത്തിയിരുന്നു. തെലങ്കാനയിൽ നിന്നുള്ള NIA സംഘമായിരുന്നു പരിശോധന നടത്തിയത്. 76-ലെ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ മുഖ്യപ്രതിയായിരുന്ന മുരളി കണ്ണമ്പള്ളി പിന്നീട് ഏറെക്കാലം ഒളിവിലായിരുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് റജാസം ഷീബ സിദ്ദിഖിന്റെ കൊച്ചിയിലെ കൂട്ടാളികളുടെ വിവരങ്ങളും പോലീസും ATSും ശേഖരിച്ചിട്ടുണ്ട്. ആദ്യകാല മാവോയിസ്റ്റുകൾക്കൊപ്പം യുവാക്കളുടെ ഒരു ചെറു സംഘവും അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.